നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിനോട് വളരെ നിയറായിട്ട്, വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വില്ല ഉള്ളത്. ഈ വില്ല എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ വില്ല ഉള്ളത് ഇൻഫോ പാർക്ക്. ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്ക് ഉള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് 4100 സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് വില്ലയും വരുന്നുണ്ട്. കോൺക്രീറ്റ് ഏരിയ 2100 സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ്. അപ്പോൾ ഡീറ്റെയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് കാർ പോർച്ച് കാണാം. കാർ പോർച്ചിൽ 2 7 സീറ്റർ കാർ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. കണ്ടില്ല, ഇത്രയും ഏരിയ നമുക്ക് കാർ പോർച്ച് ഉണ്ട്. പ്രോപ്പറായിട്ട് ഷീറ്റെല്ലാം ഇട്ടിട്ട് വെച്ചിരിക്കുന്ന കാർ പോർച്ചാണ്. സൈഡെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് പ്രോപ്പറായിട്ട് കട്ടയെല്ലാം വിരിച്ച് ക്ലീൻ ആക്കിയിട്ടേക്കണം. പുതിയതാണ്, പണി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല ഈ വീടിൻ്റെ. വാട്ടർ കണക്ഷൻ്റെ ഇതാണ്, വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ ചെറിയൊരു മിനി സിറ്റ് ഔട്ട്, ഒട്ടും സ്ഥലം കളയാത്ത രീതിയിലുള്ള സിറ്റ് ഔട്ടാണിത്. 2 ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡോറുണ്ട്. 2 ഡോറോട് കൂടിയിട്ടുള്ള ഒരു മെയിൻ എൻട്രൻസ്. അപ്പോൾ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അകത്ത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഗാർഡൻ്റെ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ഉൾപ്പെടെ എല്ലാം വി ഗാർഡാണ് കേട്ടോ. ഒന്നിനും കുറവ് വരുത്തിയില്ല. സീലിംഗ് നോക്കി, ഇടിയലൻ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാം ലൈറ്റോട് കൂടിയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇത് രണ്ടും ഇങ്ങനെ ഈ ഒരു ഡിസൈനും ഇത് സ്ക്വയർ ആയിട്ടുള്ളൊരു ഈ ഫ്രഞ്ച് ഇതിലുള്ള ഡിസൈൻ. പിന്നെ ഇവിടെ ഒരു വാൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്ചർ മോഡലായിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടി വി വെക്കാൻ പറ്റുന്ന ഏരിയയിൽ മാത്രമാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയയിലെ വിശേഷം. ഡൈനിങ് ഏരിയയിലെ വിശേഷങ്ങൾ കാണാം. ഡൈനിങ് ഏരിയയിൽ കയറി വരുമ്പോൾ ഒരു വലിയ ഡൈനിങ് ഏരിയ ഉണ്ടോ, അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇത്രയും വലിയ ഡൈനിങ് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു 6 ചെയേഴ്സിൻ്റെ ടേബിൾ ഇട്ടാലും സ്ഥലം പോകാത്ത രീതിയിലുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. ഫാനുണ്ട്. ഡൈനിങ് ഏരിയ സ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന സാധാരണ നോർമലല്ല, ഒരു നമ്മൾ കണ്ടിരിക്കുന്ന വീടുകളിലൊക്കെ പോലെ തന്നെയുള്ള ഒരു ഇതിലും വീടാണ്. ഇവിടെ നമുക്കൊരു ഇൻവെർട്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാര്യം 2100 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ, ബിൽഡ് ഏരിയ 2100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതാണ് വാഷിംഗ് ബേസും വരുന്നത്. സിമ്പിൾ ഒരു ഡിസൈനാണ്. ഒരുപാട് അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊന്നുമല്ല, സിമ്പിൾ ഡിസൈൻ. ഒരുപാട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഒരു 3 ഡോർ ഇവിടെ ഉണ്ട്, 3 ഡോർ ഇവിടെ ഉണ്ട്. സിറയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ടാപ്പ് ഉൾപ്പെടെ സിറയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കിടിലൻ ഒരു ജയൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കൊടുത്തേക്കണുണ്ട്. അത്രയും 2 ഏരിയയിൽ ഒരു സെപ്പറേഷൻ കൊടുത്തേക്കുന്നു. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഓപ്പൺ കിച്ചണിൻ്റെ ഒരു പ്രതീതിക്ക് സംഭവം ചെയ്തേക്കും. പാംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് കിച്ചണിലെ വിശേഷങ്ങളിൽ കയറുമ്പോൾ മെയിൻലി എനിക്ക് ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് പേപ്പറിൻ്റെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടില്ല കേട്ടോ. ഈ ഒരു കളറും ഈ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ഗ്രാനൈറ്റാണ് ഇവിടെ ഒരു സ്ലാബായിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വിൻഡോയും ഇവിടെ ഉണ്ട്. വലിയൊരു കിച്ചണാണ്, അത്യാവശ്യം നല്ല സ്പേസുള്ള കിച്ചണാണ്. വർക്ക് ഏരിയയാണ് ഇത്. വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല വർക്ക് ഏരിയ ഉണ്ട്. അതായത് ലേഡീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നാൽ ഇഷ്ടപ്പെടും. കാര്യം അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് വർക്ക് ഏരിയ. ഇവിടെയും സ്ലാബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് സൈഡെല്ലാം വെളിച്ചം കയറുന്ന രീതിയിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തും കവർ ചെയ്തിട്ടുണ്ട്. 2 ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വർക്ക് ഏരിയ കിടിലനാണ്. ഒരു 1.5 വർക്ക് ഏരിയ ആണ്. പിന്നെ കിച്ചണിൽ ഫാനുണ്ട്. അടുത്ത നമുക്ക് ഈ വീടിൻ്റെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വലിയൊരു ബെഡ്റൂം, കിടിലൻ ബെഡ്റൂമാണ്. കണ്ടില്ലേ,
ഇത്രയും സ്പേസ് ഉള്ള ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു 4 ഡോറിൻ്റെ ഒരു വലിയൊരു കബോർഡ് കൊടുത്തതാണ്. ഇത്രയും വലിയ കബോർഡ് നമ്മൾ 1-2 വീടുകളെ കണ്ടിട്ടുള്ളൂ, ഇത്രയും വലിയ കബോർഡ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത്. ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഒരു കബോർഡാണ്. ഒരു എന്താ പറയുക, കിടിലൻ ബാത്റൂമാണ്. കൺസീൽഡ് ചെയ്തിരിക്കുന്ന ജാഗ്വാറിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ബാത്റൂമാണ്. കൺസീൽഡ് ആണ്. ഒരു ടൈൽ കോമ്പിനേഷൻ ഓഫ് കിടിലാണ്. ജാഗ്വാറിനാണ് ഫിറ്റിങ്സ് വരുന്നത്. ടാപ്പൊക്കെ ഉൾപ്പെടെ ജാഗ്വാറാണ്. സിറയുടെയാണ് വാഷിംഗ് ബേസിൻ വരുന്നത്. ഈ ഒരു ഡോറ് കിടിലല്ലേ, ഒരു വുഡൻ ഫിനിഷ് കൊടുക്കുന്നത്. അടുത്ത ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ ബെഡ്റൂമിൽ AC ഉണ്ട്. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഉൾപ്പെടെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു 3 കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മിനി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. സീലിംഗ് ഒക്കെ കിടിലനായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അതില്ലേ കൺസീൽ ചെയ്തേക്കുന്ന ടോയ്ലറ്റാണ്. ജാഗ്വാറിൻ്റെ ഇത് ജാഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗ്വാർ തന്നെയാണ്. ഒന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്, AC നമ്മൾ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഈ ഒരു പർഗോളയുടെ ഇത് നമ്മൾ 1-2 വീടുകൾ കണ്ടിട്ടുണ്ട്. അത് കിടിലനാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഗുണം കിട്ടുന്ന താഴത്തും മേളിൽ ഹോളിലാണ്. നല്ല വെളിച്ചം കയറും, നല്ല കിടിലൻ വെളിച്ചം കയറും. അപ്പോൾ മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഈ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം സ്ലാബുകളെല്ലാം അൾട്രാടെക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്ലാബുകളെല്ലാം അൾട്രാടെക് സിമെൻറ്റ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വി ഗാർഡിൻ്റെ തന്നെ വയറുകളും സ്വിച്ചസും ഇതിനെല്ലാം വി ഗാർഡിന് തന്നെ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കയറി വരും തന്നെ, ഈ കയറി വരുമ്പോൾ തന്നെ ഹോളിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ ആൻഡ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ പറ്റും. പിള്ളേർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കയറി വരുമ്പോഴുള്ള വ്യൂ. നമുക്കിനി അടുത്തത് ഈ മിനി ഹോളിലേക്ക് വരാം. മിനി ഹോളിൽ ഇവിടെ താഴത്തെ പോലെ തന്നെ ഒരു ലിവിങ് ഏരിയ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ നമുക്ക് TV ഒക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു തിയേറ്ററൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും. സീലിംഗ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഈ വീടിൻ്റെ ഔട്ട് സൈഡ് പാർട്ടാണ്, ബാൽക്കണിയാണ്. ഇതാണ് മോനെ ബാൽക്കണി. കിടിലൻ വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഇതൊരു കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് താഴെയൊക്കെ നല്ല വ്യൂ ആണ്, കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇനി ഫ്രണ്ടിൽ നമുക്ക് വില്ലാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ നല്ല നെഗോഷ്യബിൾ പ്രൈസിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പുറത്തൊക്കെ വീടുകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഓൾറെഡി കൂടും. കാര്യം ഒരു കമ്പൈൻഡ് ഏരിയ വരുമ്പോൾ റേറ്റ് പൊതുവെ കൂടാറുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് മേളത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു താഴത്തെ പോലെ തന്നെ ഒരു വലിയ 3 ഡോർ കബോർഡാണുള്ളത്. ചെറിയൊരു ടേബിൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ, ഈ വിൻഡോ മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് കിടലായിട്ടുണ്ട്, ഫാൻ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത, ഇത്രയും വലിയ ബാത്റൂമാണ്, കണ്ടില്ലേ? കൺസീൽഡ് അല്ല ടോയ്ലറ്റ് ഒന്നും, പക്ഷെ കിടിലൻ ചെറിയുടെ തന്നെ നല്ല ഡിസൈനിലുള്ള ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് റെഡി ടു മൂവിലെ സംഭവം കിടക്കുന്നത്. നിങ്ങൾ വരിക, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഏറ്റി വെക്കുക, താമസിക്കുക. അതേ സെറ്റപ്പിലാണ് വീട് വളർന്നിരിക്കുന്നത്. അപ്പോൾ മേലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു 3 ഡോർ കബോർഡ് ഉണ്ട്, സീലിംഗ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഒരു
മാസ്റ്റർ ബെഡ്റൂമാണ്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു മിനി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തുള്ള അതേ ബാത്റൂമിൻ്റെ തന്നെ സെയിം ഫിറ്റിങ്സ് തന്നെയാണ്. സിറയുടെ തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വാറണ്ടി ഉള്ളത് തന്നെയാണിത്. പിന്നെ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയും ഇതിന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജിമ്മും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഓഫീസ് സ്പേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി റൂമാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ ടെറസിലേക്കുള്ള വഴി. ഓപ്പൺ ടെറസ് ഇതാണ് ഓപ്പൺ ടെറസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണൊക്കെയാണ് വിശേഷങ്ങൾ. 4100 സ്ഥലം, 2100 സ്ക്വയർ ഫീറ്റ്, ഇൻഫോ പാർക്കിനോട് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ വില്ല ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 98 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. 98 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി വന്നിട്ട് നമ്പർ കൊടുക്കാം. ഡയറക്റ്റ്ലി വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കിഡിലൻ പ്രോപ്പർട്ടീസാണ് കാര്യം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.